ഇന്നൊരു RS200 BS6 മോഡലിൽ CBR ഹാൻഡിലും ഫ്രെയിം സ്ലൈഡറും വിംഗ്ലെറ്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വീഡിയോ ആണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ ഫ്രെയിം സ്ലൈഡർ ഇൻസ്റ്റാൾ ചെയ്തു. ലെഫ്റ്റ് സൈഡും സെയിം മെത്തേഡാണ്. സ്റ്റോക്ക് സ്ക്രൂസ് ഊരിയിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലാമ്പ് വെച്ചിട്ട് ഇത്തിരി നീളം കൂടിയ സ്ക്രൂസ് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. പിന്നെ ഈ ബേസ് ക്ലാമ്പിൽ സ്ലൈഡേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ 12-ന്റെ സ്പാനറും ഒരു അല്ലങ്കിയും മതി. പിന്നെ ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആദ്യം വണ്ടിയുടെ ഫെയറിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അയക്കണം. പിന്നീട് നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിൽസും ഹാൻഡിൽ ഗ്രിപ്സ് എല്ലാം ഊരിയിട്ട് അതിൻ്റെ കോമ്പോണൻസ് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കണം. ഹാൻഡിൽ ഗ്രിപ്സും ഈ സാധനങ്ങളെല്ലാം ഊരി വെക്കുന്നത് കുറച്ച് ടാസ്ക് പണിയാണ്. ടു ബി ഫ്രാങ്ക്, RS ചെയ്തിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് വർക്കാണ് ഈ CBRൻ്റെ ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം ഇതൊരു ഡയറക്റ്റ് ഫിറ്റ് കോമ്പണൻ്റ് അല്ല. പിന്നെ ഇതൊരു റാൻഡം ഫിറ്റിൽ നമുക്ക് വണ്ടി ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ് നമ്മുടെ ഹാൻഡിൽ. അതുകൊണ്ട് തന്നെ ഒരു ഹാൻഡിലൊക്കെ റീഫിറ്റ് അല്ലെങ്കിൽ റെട്രോ ഫിറ്റ് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് പ്രെസിഷൻ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. CBR ഹാൻഡിൽസ് സിംഗിൾ പീസാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പൊസിഷൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു പീസ് ഉണ്ടാവും. അത് ഗ്രൈൻഡ് ചെയ്ത് കളയണം. അത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ടോപ്പ് പ്ലേറ്റിൽ ലെവലായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ സ്റ്റേബിളായിട്ടും ലെവലായിട്ടും നിൽക്കുകയുള്ളൂ. ലെഫ്റ്റും റൈറ്റും ഹാൻഡിൽസ് കാണാൻ ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ ഫിറ്റിങ്ങിലും അതിൻ്റെ ആംഗിളിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ട് ഹാൻഡിലും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റായിട്ട് വണ്ടി പാഡോക്ക് സ്റ്റാൻഡിൽ കയറ്റിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് ഹൈറ്റിൽ വണ്ടി നിർത്തണം. ഒപ്പം തന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റ് പൈപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് സപ്പോർട്ടിന് ഒരു മരത്തിൻ്റെ പീസ് പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇതൊരു സിമ്പിൾ വർക്കല്ല. നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന 3-4 ആൾക്കാരുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ കണ്ട് പോസിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആൻഡ് മെത്തേഡ്സ് ഒക്കെ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡിൽസിൻ്റെ ഹൈറ്റ് ആണ്. അത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മിസ്മാച്ച് ഉണ്ടെങ്കിൽ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും. CBRൻ്റെ ഈ ഹാൻഡിൽ വെക്കുന്നത് ഫോർക്ക് ലോവർ ചെയ്തിട്ട് ഒരു സ്പോർട്ടി പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വണ്ടിക്ക് ഏകദേശം 1.5-1.25 ഇഞ്ചോളം നമുക്ക് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ CBR ഹാൻഡിൽസിൻ്റെ പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഹാൻഡിൽ സ്വിച്ചസ് ഇടാനുള്ള സ്ലോട്ട് കൂടെ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം. എന്നാൽ മാത്രമേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡിൽ സ്വിച്ചസ് ഇതിൽ കയറി നിൽക്കുള്ളൂ കറക്റ്റ് പൊസിഷനിൽ. ഇവിടെ ചെയ്തിട്ടുള്ള ഈ വണ്ടിയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫോർക്ക് കറക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കിയതിന് ശേഷം ഓണർക്ക് ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ വൈബ്രേഷൻ പ്രോബ്ലംസോ ഒന്നും പറഞ്ഞിട്ടില്ല. അവസാനമായിട്ട് നമ്മൾ RSൻ്റെ ഒരു കൂർത്ത് വരുന്ന ഡിസൈനുള്ള ഒരു ഫൈബർ വിംഗ്ലെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. RS200 സ്റ്റോക്ക് ഹാൻഡിൽസ് വെച്ചിട്ട് വണ്ടി ലോവർ ചെയ്യാനോ ഹൈറ്റ് കുറക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ CBR ഹാൻഡിൽസ് വെച്ചിട്ട് ഫോർക്കെല്ലാം താഴ്ത്തി വണ്ടി ലോവേർഡ് ആയിട്ടുള്ള JDM ലുക്കിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ലുക്കാണ്. വണ്ടി ആകെ നിലം മുട്ടി ഓടുന്ന പോലത്തെ ഒരു ഫീലും കിട്ടും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ ആണ്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് വണ്ടിക്ക് അപാരമായിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മോഡാണ്. ഇതുപോലെ എന്തെങ്കിലും കസ്റ്റം വർക്ക്സ് വണ്ടിയിൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനൊരു എഞ്ചിനീയറാണ്. ഷോപ്പൊന്നുമില്ല, വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇൻട്രസ്റ്റഡ് പീപ്പിൾ ക്യാൻ കോൺടാക്ട് മീ. അടുത്തൊരു വണ്ടിയിൽ പുതിയൊരു കണ്ടൻ്റ് ആയിട്ട് വരാം. ബൈ ബൈ.